വിശ്വകിരീടം ചൂടിയ ഇന്ത്യൻ ടീമിനെ ആവേശവരവേൽപ്പ്. എയർ ഇന്ത്യയുടെ പ്രത്യേക വിമാനത്തിൽ ഡൽഹിയിലെത്തിയ ടീമിനെ സ്വീകരിക്കാൻ ആയിരക്കണക്കിന് ആരാധകരാണ് വിമാനത്താവളത്തിലെത്തിയത്. നിലവിൽ ITC ഹോട്ടലിലുള്ള ഇന്ത്യൻ ടീം അല്പസമയത്തിന് അകം പ്രധാനമന്ത്രിയെ കാണും എന്നാണ് മനസ്സിലാക്കാനും സാധിക്കുന്നത്. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്നും ഗൗതം അനന്തനാരായണൻ ചേരുകയാണ്. ഗൗതം, ഉജ്ജ്വലമായ സ്വീകരണം തന്നെയാണോ, ആവേശകരമായ സ്വീകരണം തന്നെയാണോ ഡൽഹി വിമാനത്താവളത്തിൽ ആരാധകരൊക്കെയും ഇന്ത്യൻ ടീമിന് നൽകിയത്? ഒപ്പം പ്രധാനമന്ത്രിയെ ആ ടീം എപ്പോഴായിരിക്കും സന്ദർശിക്കുകയും? രാവിലെ 6:45 ഭാരതത്തിൻ്റെ ടീം അംഗങ്ങൾ പുറത്തേക്ക് എത്തിയത്. ആവേശോജ്വലമായ സ്വീകരണം വിമാനത്താവളത്തിലും അതിനുശേഷം പിന്നീട് ITC മൗര്യ ഹോട്ടലിലുമെല്ലാം നമുക്ക് കാണാൻ സാധിക്കുമായിരുന്നു. വളരെ പ്രഭാതത്തിൽ തന്നെ ആളുകൾ ഇന്ത്യയുടെ ദേശീയ പതാകയും അതോടൊപ്പം തന്നെ ഓരോ ടീം അംഗങ്ങളുടെ, പ്രത്യേകിച്ച് ക്യാപ്റ്റൻ രോഹിത് ശർമ്മ, അതോടൊപ്പം തന്നെ ഡൽഹി സ്വദേശി കൂടിയായിട്ടുള്ള കിങ് കോഹ്ലിയുടെയും ഒപ്പം ഭാരതത്തിൻ്റെ ഹെഡ് കോച്ചായിട്ടുള്ള രാഹുൽ ദ്രാവിഡിൻ്റെയും ഒക്കെ ഫ്ലെക്സ് ബോർഡുകൾ ഏന്തിയാണ് ധാരാളം ചെറുപ്പക്കാർ ഈ വിമാനത്താവളത്തിലേക്ക് എത്തിയത്. എന്തായാലും ഇപ്പോൾ ഈ ടീം അംഗങ്ങൾ മൗര്യ ഹോട്ടലിൽ തന്നെയാണ്. അല്പസമയത്തിനകം തന്നെ ഇവർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തും. ഡൽഹിയിൽ ഇന്ത്യൻ ടീമിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഇന്നത്തെ ചടങ്ങ് പ്രധാനമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ച തന്നെയാണ്. അതിനുശേഷം ഉച്ചയോടുകൂടി ടീം അംഗങ്ങൾ മുംബൈയിലേക്ക് പോകും. മുംബൈയിലാണ് വൻ റോഡ് ഷോയും മറ്റ് ആഘോഷ പരിപാടികളും പ്രധാനമായും നടക്കുക. സാധാരണയായി മുൻപും ഇന്ത്യ പ്രധാനപ്പെട്ട ICC ട്രോഫികളൊക്കെ നേടിയിട്ടുള്ളപ്പോൾ അതിൻ്റെ ആഘോഷങ്ങൾ ഏറ്റവും കൂടുതൽ നടന്നിട്ടുള്ളത് മുംബൈയിൽ തന്നെയാണ്. ഇന്ത്യയുടെ ക്രിക്കറ്റിൻ്റെ ഏറ്റവും വലിയൊരു ശക്തി കേന്ദ്രമായി പൊതുവെ വിശേഷിപ്പിക്കപ്പെടുന്നത് മുംബൈ നഗരമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. ക്രിക്കറ്റ് ദൈവം എന്ന് നാം വിശേഷിപ്പിക്കുന്ന ലോകമെമ്പാടും ആരാധകരുള്ള സച്ചിൻ ടെണ്ടുൽക്കറുടെയൊക്കെ സ്വന്തം സ്ഥലമാണ്. എന്തായാലും അവിടെയാണ് ഇന്ന് വൈകുന്നേരം ഏറ്റവും പ്രധാനപ്പെട്ട റോഡ് ഷോ നടക്കുന്നത്. ആ റോഡ് ഷോയിൽ സച്ചിൻ ഉൾപ്പെടെയുള്ള പ്രമുഖ മുൻ താരങ്ങളും അതോടൊപ്പം തന്നെ ഇപ്പോഴത്തെ ഈ ഒരു 15 അംഗ താരങ്ങൾ, അതിൽ സഞ്ജു സാംസൺ ഇല്ല, മലയാളിയായ സഞ്ജു നിലവിൽ നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ സാധിക്കും. ഇന്ത്യൻ ടീം കേക്കൊക്കെ മുറിച്ച് ആ ഒരു ആഘോഷിക്കുകയാണ്, ആഘോഷ തിമിർപ്പിലാണ്. അപ്പം ഗൗതം പറഞ്ഞതുപോലെ തന്നെ ഏറ്റവും വിരോചിതമായ ഒരു സ്വീകരണം തന്നെയാണ്, ഒരു വരവേൽപ്പ് തന്നെയാണ് ഭാരതം രാജ്യം ഒന്നാകെ ഇന്ത്യൻ ടീമിന് നൽകിക്കൊണ്ടിരിക്കുന്നത്. ആ ഒരു ആഹ്ലാദ ആരവം തന്നെയാണ് ഇവിടെയും നമുക്ക് കാണാനും സാധിക്കുന്നത്, അല്ലേ? അത് തന്നെയാണ്. അതായത് ഡൽഹിയിൽ രാവിലെ ശക്തമായ മഴയുണ്ടായിരുന്നു. ആ മഴയെ അവഗണിച്ചുകൊണ്ടാണ് വലിയ ആൾക്കൂട്ടം നേരം പുലരും മുൻപ് തന്നെ, സൂര്യോദയത്തിന് മുൻപ് തന്നെ എയർപോർട്ടിൽ എത്തിയത് എന്നത് ശ്രദ്ധേയമാണ്. ഇപ്പോഴും മഴ ചാറുന്നുണ്ട്. ഈ മഴയത്തും ആളുകൾ ധാരാളമായി ഈ ടീം കടന്നു പോകുന്ന റോഡിൻ്റെ ഇരുവശങ്ങളിലുമൊക്കെ നിൽക്കുന്നു. എന്തായാലും ക്രിക്കറ്റ് ആരാധകരെ സംബന്ധിച്ച് നമുക്കറിയാം, ലോകത്തിൽ തന്നെ ഏറ്റവും അധികം ക്രിക്കറ്റിന് സ്വാധീനമുള്ള ക്രിക്കറ്റ് ആരാധകരുള്ള രാജ്യം നമ്മുടെ ഭാരതമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം കഴിഞ്ഞ ഏകദിന ലോകകപ്പ് തന്നെ അതിൻ്റെ ഏറ്റവും ബെസ്റ്റ് ഉദാഹരണമാണ്. കാരണം 1975 ലോകകപ്പ് ക്രിക്കറ്റ് ആരംഭിച്ചതിന് ശേഷം ഏറ്റവും അധികം കാണികളുണ്ടായ ലോകകപ്പ് കഴിഞ്ഞ തവണ ഭാരതത്തിൽ നടന്ന 2023 ക്രിക്കറ്റ് വേൾഡ് കപ്പാണ്. അതിനാൽ ക്രിക്കറ്റിന് ഏറ്റവും അധികം അടിത്തറയുള്ള, ക്രിക്കറ്റിനെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന ഒരു വികാരമായി ഈ കളിയെ കാണുന്ന ഈ രാജ്യത്തേക്ക് തന്നെ ലോകകപ്പ് എത്തുന്നു എന്നതാണ് ലോകം മുഴുവൻ ഉറ്റുനോക്കുന്നത്. അതിനാൽ അതിൻ്റെ ആഘോഷത്തിന് പകിട്ട് കൂടും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പ്രത്യേകിച്ചൊരു വലിയ ഇടവേളയ്ക്ക് ശേഷമാണ് നമ്മുടെ രാജ്യത്തേക്ക് വേൾഡ് കപ്പ് നമ്മുടെ ടീം നേടി മടങ്ങിയിരുന്നത്. ഏറ്റവും അവസാനം 2011 മുംബൈ വാങ്കഡെ സ്റ്റേഡിയത്തിൽ MS ധോണിയുടെ നേതൃത്വത്തിൽ അന്ന് ശ്രീലങ്കയെ പരാജയപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ഏകദിന വേൾഡ് കപ്പ് അവസാനമായി നേടുന്നത്. അതല്ലാതെ 2020 വേൾഡ് കപ്പിൻ്റെ ചരിത്രം നമുക്കറിയാം. പ്രഥമ 2020 വേൾഡ് കപ്പ് നടക്കുന്നത് 2007 സൗത്ത് ആഫ്രിക്കയിൽ വെച്ചാണ്. അന്ന് അവിടെ വെച്ച് പാകിസ്ഥാനെ പരാജയപ്പെടുത്തിക്കൊണ്ട് അന്ന് ധോണിയുടെ നേതൃത്വത്തിൽ തന്നെ ആദ്യ 2020 വേൾഡ് കപ്പും നേടി. അതുകൂടാതെ 2013 ഇംഗ്ലണ്ടിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ചാമ്പ്യൻസ് ട്രോഫി നേടുന്നുണ്ട്. അതിനുശേഷം ഒരു വലിയ ഗ്യാപ്പാണ്. അതായത് 2013 MS ധോണിയുടെ നേതൃത്വത്തിൽ ചാമ്പ്യൻസ് ട്രോഫി നേടിയത് കഴിഞ്ഞാൽ പിന്നീട് ഇങ്ങോട്ട് നമ്മളൊരു 10 വർഷത്തിനകത്ത് മറ്റ് പ്രധാനപ്പെട്ട ICC ട്രോഫികളൊന്നും നേടിയിട്ടില്ല. 2 തവണ ICC വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനലിൽ നമ്മൾ വന്നു. അതിന്റെ റണ്ണറപ്പ് ആകാൻ മാത്രമേ നമുക്ക് കഴിഞ്ഞുള്ളൂ. ഗൗതം, ഇപ്പോൾ ഈ ഇന്ത്യൻ ടീം ഡൽഹിയിൽ കേക്ക് മുറിച്ച് വിജയം ആഘോഷിക്കാൻ അതിന്റെ തത്സമയ ദൃശ്യങ്ങൾ കണ്ട് നമുക്ക് വേഗം തിരികെ എത്താം. आगे को जाएगा नहीं, अगर आपकी कमर दो दे दोगे इधर से गए नहीं, कोई कोने पे उतर के बंदा नहीं दिखा रहा है ये माइक
हाँ सामने कर वहीं दे दीजिएगा, वहीं रहना। चलता आ गया नहीं सामने सर कटवाना ना, सामने से सारा ഡൽഹിയിൽ ഇന്ത്യൻ ടീം കേക്ക് മുറിച്ച് വിജയം ആഘോഷിക്കുകയാണ്. ഗൗതം, തുടരാം. മുറിച്ചുകൊണ്ടുള്ള ആഘോഷ പരിപാടികൾ നടക്കുന്നു. ക്യാപ്റ്റൻ രോഹിത് ശർമ്മയെയും അതോടൊപ്പം തന്നെ മറ്റ് മുഴുവൻ താരങ്ങളെയും, ഋഷഭ് പന്തും അതോടൊപ്പം തന്നെ വിജയശില്പികളായിട്ടുള്ള ഇന്ത്യയുടെ വൈസ് ക്യാപ്റ്റനായിട്ടുള്ള ഹാർദിക് പാണ്ഡ്യ, ഇവരെല്ലാം നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ഹോട്ടലിനകത്തും പുറത്തുമെല്ലാം വലിയ ആഘോഷങ്ങൾ നടക്കുന്നു. ഈ കേക്ക് മുറിച്ചുള്ള ചടങ്ങിന് ശേഷം വലിയ 2 ബസ്സുകളിലായാണ് ഇവർ എയർപോർട്ടിൽ നിന്നും ഈ ITC മൗര്യ ഹോട്ടലിലേക്ക് ഇവിടേക്ക് എത്തിയത്. ഇവിടെ നിന്നും ഇനിയും ഈ 2 വലിയ ബസ്സുകളിലായി പ്രധാനമന്ത്രിയുടെ വസതിയിലേക്ക് ഈ മുഴുവൻ താരങ്ങളും പോകും. അവിടെയാണ് ഉച്ചഭക്ഷണം, പ്രധാനമന്ത്രിക്കൊപ്പം ഉച്ചഭക്ഷണം കഴിച്ച് ഒപ്പം ഫോട്ടോഷൂട്ട് ഉൾപ്പെടെ ഉണ്ട്. അതിനുശേഷമാണ് പിന്നീട് മുംബൈയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വൈകിട്ട് നടക്കുന്ന ആ ഒരു റോഡ് ഷോയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഭാരതത്തിന്റെ മുഴുവൻ താരങ്ങളും മുംബൈയിലേക്ക് യാത്ര തിരിക്കുന്നത്. അവിടെ റോഡ് ഷോയ്ക്കൊപ്പം നിരവധി ചരിത്ര മുഹൂർത്തങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ഐതിഹാസികമായ പല മുഹൂർത്തങ്ങൾക്കും വഴിവെച്ച വാങ്കഡെ സ്റ്റേഡിയത്തിൽ വൈകുന്നേരം 7:30 BCCI ഒരു വലിയ ചടങ്ങും സംഘടിപ്പിച്ചിട്ടുണ്ട്. ഏതാണ്ട് 125 കോടി രൂപ പാരിതോഷികമാണ് ഈ BCCI ഈ ലോകകപ്പ് നേടിയ ടീമിന് പ്രഖ്യാപിച്ചിട്ടുള്ളത്. BCCIയുടെ സെക്രട്ടറി ജയ്ഷായാണ് ഇത് സംബന്ധിച്ചുള്ള പ്രഖ്യാപനം നടത്തിയത്. അങ്ങനെ അത്ര വലിയ ഒരു ആഘോഷം BCCI സംഘടിപ്പിക്കുന്നു. അതിന്റെ കാരണമാണ് നേരത്തെ ഞാൻ സൂചിപ്പിച്ചു വന്നത്. 2013 ചാമ്പ്യൻസ് ട്രോഫിക്ക് ശേഷം പിന്നീട് ഒരു വലിയ ഇടവേളയ്ക്ക് ശേഷമാണ് നമ്മളൊരു ICC ട്രോഫി നേടുന്നത്. അതിനാൽ അത്രത്തോളം വലിയ ആഘോഷം ഭാരതത്തിലെമ്പാടും ഇതുമായി ബന്ധപ്പെട്ട് നടക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മാത്രമല്ല ഈ ഒരു വിജയം മുന്നോട്ടുള്ള ഇന്ത്യൻ ക്രിക്കറ്റിന്റെ കുതിപ്പിന്, കാരണം ഇനിയും നിരവധി ICC ട്രോഫികൾ നടക്കാനിരിക്കുകയാണ്. 2025 അതായത് അടുത്ത വർഷം ഫെബ്രുവരി മാസത്തിൽ പാകിസ്ഥാനിൽ ചാമ്പ്യൻസ് ട്രോഫി നടക്കാൻ പോകുന്നു. ഇന്ത്യയും പാകിസ്ഥാനും ഒക്കെ ഇന്നിപ്പോൾ ചാമ്പ്യൻസ് ട്രോഫിയുടെ ഗ്രൂപ്പ് സംബന്ധിച്ച് ICC അതിന്റെ ഒരു പട്ടിക പുറത്തുവിട്ടിട്ടുണ്ട്. ഇന്ത്യ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, അതോടൊപ്പം തന്നെ ന്യൂസിലൻഡ്, ഈ 4 ടീമുകളാണ് പൂൾ എയിൽ വരുന്നത്. പൂൾ ബിയിൽ സൗത്ത് ആഫ്രിക്ക, അതോടൊപ്പം തന്നെ ഓസ്ട്രേലിയ, ഇംഗ്ലണ്ട്, അഫ്ഗാനിസ്ഥാൻ. അങ്ങനെ കഴിഞ്ഞ 2023 ഇന്ത്യയിൽ നടന്ന ICC ഏകദിന ക്രിക്കറ്റ് വേൾഡ് കപ്പിലെ ആദ്യത്തെ 8 ടീമുകൾ, അതായത് ആദ്യ 8 സ്ഥാനങ്ങളിൽ വന്നിട്ടുള്ള ടീമുകളാണ് ഈ അടുത്ത വർഷം പാകിസ്ഥാനിൽ നടക്കാൻ പോകുന്ന ICC ചാമ്പ്യൻസ് ട്രോഫിയിൽ മത്സരിക്കാൻ പോകുന്നത്. അതിൽ ഇന്നിപ്പോൾ ICC അതിന്റെ ഗ്രൂപ്പ് കൃത്യമായി തന്നെ തരം തിരിച്ചുകൊണ്ട് ആ ഗ്രൂപ്പുകൾ ഏതൊക്കെയാണ്, പൂൾ എയിലും പൂൾ ബിയിലും ഏതൊക്കെ ടീമുകളാണ് മത്സരിക്കുന്നത് എന്നത് സംബന്ധിച്ചൊരു വ്യക്തത നൽകിയിട്ടുണ്ട്. അതാണ് നേരത്തെ ഞാൻ സൂചിപ്പിച്ചത്. വളരെ നിർണായകമായ ഒരു ഗ്രൂപ്പിലാണ് ഇന്ത്യയും പാകിസ്ഥാനും ഒരു ഗ്രൂപ്പിലാണ്. ഒപ്പം ന്യൂസിലൻഡും അതോടൊപ്പം തന്നെ ബംഗ്ലാദേശുമുണ്ട്. ആ ICC ചാമ്പ്യൻസ് ട്രോഫി കഴിഞ്ഞാൽ പിന്നീട് ICC വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനൽ അടുത്ത വർഷം 2025 നടക്കാൻ പോകുന്നു. അതിനുശേഷം 2026 ഇന്ത്യയിൽ വെച്ചാണ് അടുത്ത 2020 വേൾഡ് കപ്പ് നടക്കാൻ പോകുന്നത്. ഇന്ത്യ, ശ്രീലങ്ക എന്നീ 2 രാജ്യങ്ങളിൽ വെച്ച് 2026 അടുത്ത 2020 വേൾഡ് കപ്പിന്റെ എഡിഷൻ നടക്കും. 2027 ആകുമ്പോഴേക്കും വീണ്ടും ഏകദിന ലോകകപ്പ് വരികയാണ്. സിംബാബ്വെ, നമീബിയ, സൗത്ത് ആഫ്രിക്ക എന്നീ 3 രാജ്യങ്ങളിൽ വെച്ചാണ് 2027 ICC ക്രിക്കറ്റ് വേൾഡ് കപ്പ് നടക്കാൻ പോകുന്നത്. പിന്നീട് 2028 വീണ്ടും ഓസ്ട്രേലിയയിലും ന്യൂസിലൻഡിലും വെച്ച് ICC 2020 വേൾഡ് കപ്പ്. 2029 ഇന്ത്യയിൽ വെച്ച് തന്നെ ചാമ്പ്യൻസ് ട്രോഫി നടക്കുന്നു. 2030 വീണ്ടും ഇംഗ്ലണ്ടിൽ വെച്ച് 2020 വേൾഡ് കപ്പ്. 2031 ആകുമ്പോഴേക്കും ഇന്ത്യയിൽ വെച്ച് വീണ്ടും ഏകദിന വേൾഡ് കപ്പ് നടക്കാൻ പോവുകയാണ്. അങ്ങനെ ICCയുടെ നിരവധി ടൂർണമെന്റുകൾ ഓരോ വർഷവും നടക്കാനിരിക്കുന്ന ഘട്ടത്തിലാണ് നമ്മളിപ്പോൾ ഈ ഒരു വേൾഡ് കപ്പ് നേടിക്കൊണ്ട് ഐതിഹാസികമായ ഒരു ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ശക്തി ഒരിക്കൽ കൂടി തെളിയിച്ചുകൊണ്ടുള്ള ഒരു മുന്നേറ്റം നടത്തിയിരിക്കുന്നത്. സ്വാഭാവികമായും വരാൻ പോകുന്ന ഈ ICC ടൂർണമെന്റുകൾക്കെല്ലാം വലിയ ആത്മവിശ്വാസം നൽകുന്നതാണ് ഈ കഴിഞ്ഞ ഒരാഴ്ചയ്ക്ക് മുമ്പ് നമ്മൾ വെസ്റ്റ് ഇൻഡീസിൽ നേടിയിട്ടുള്ള ഈ ഒരു വിജയം എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. വിശ്വകിരീടം ചൂടി നാട്ടിൽ തിരികെയെത്തിയ ഭാരത ടീമിന്, ഇന്ത്യൻ ടീമിന് വിരോചിതമായ സ്വീകരണം. ഇപ്പോൾ ഡൽഹിയിലെ ഹോട്ടലിൽ കേക്ക് മുറിച്ച് ആഹ്ലാദം, മധുരം പങ്കുവയ്ക്കുകയാണ്.